ആർക്കാണെങ്കിലും നമ്മൾ എന്ത് ഗിഫ്റ്റും വാങ്ങി കൊടുക്കുകയാണെങ്കിലും ഒരു ചെറുതാണെങ്കിലും ഓരോരു സന്തോഷം തന്നെ അത് ഹെവി ആയിരിക്കും അല്ലേ. ഞാൻ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ലഹരി ഞാൻ അറിയുന്ന. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് വലിയൊരു സാധനം നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം. ആ ഗിഫ്റ്റിൻ്റെ ഉള്ളിലാണ് ഇപ്പം നമ്മളുള്ളത്. ആ ഗിഫ്റ്റാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഒരു ഓട്ടോമാറ്റിക് ചെറിയൊരു കാറ്. അപ്പോൾ പരിയിലൊന്നും പറഞ്ഞിട്ടില്ല. 2 ദിവസമായി ഞാൻ പരിയിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇത് ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം അടുത്തായി. കുറച്ച് വർക്കുകൾ ചെയ്യാണ്ടായിരുന്നു. ഉള്ളിലൊക്കെ വെച്ച് സീറ്റ് കവറിൻ്റെ ഒരു മോഡിഫിക്കേഷനും അതേപോലെ റൂഫിൻ്റെ ഒരു ബ്ലാക്കിൻ്റെ ഒരു അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തൊന്ന് മൊഞ്ചാക്കിയിട്ട് കൊണ്ടുവരാന്ന് വെച്ച് 1 മാസമായി വണ്ടി എടുത്തിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് വെച്ചിട്ട് ഇന്ന് അത് നമ്മൾ പരിയിൽ കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ സമയം 8-8:30 മണിയായി. ഇതുവരെ നമ്മളിങ്ങനെ ഒരു വണ്ടി എടുക്കാൻ പോയതാണോ പുരയിലേക്കുള്ള വണ്ടിയാണോ ഒന്നും അറിയില്ല. ഇപ്പം നിങ്ങൾക്ക് അറിയാം കേട്ടോ. അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതാ വണ്ടി നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്കും ഞാൻ ഇത് പുരയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കാണാം കേട്ടോ. ഒരു ചെറിയ ഓട്ടോമാറ്റിക് വണ്ടി. ഇതിപ്പോൾ വീട്ടിൽ വണ്ടി ഉണ്ട്, ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി ഉണ്ട്. പക്ഷെ അത് മാനുവലായതുകൊണ്ട് ഉപ്പാക്കും ഉമ്മാക്കും വൈഫിനും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തൊരാവശ്യത്തിനും നമ്മളെ വിളിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളത് പൈസ ഉണ്ടായിട്ടൊന്നല്ല, എടുക്കണ ഒരാഗ്രഹങ്ങളാണല്ലോ. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്തൊരു വണ്ടിയാണ് കേട്ടോ. വീട്ടുകാർക്ക് വേണ്ടി അവരുടെ യൂസേജിന് വേണ്ടിയിട്ട് ഒരു വണ്ടി. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന് ആയിക്കോട്ടെ. നമ്മൾ പരിയിലെത്തിയിട്ടാ. നമ്മൾ പടക്കുതിര കിടക്കണണ്ടാ. വണ്ടി നോക്ക്. നമ്മളെ വണ്ടി തന്നെ തന്നെ വേണ്ട സാർ. പിടിക്ക് നമ്മളെ വണ്ടി. അത് നോക്കിയൊക്കെ പോയിട്ട് തന്നെ ആപ്പാക്കും ഉമ്മാക്കും സാധിക്കുള്ള വണ്ടി. അത് ഇത് പറഞ്ഞ എല്ലാരും ഫുള്ള് തരിച്ച് കിളി പോയി നിൽക്കുക. രസമല്ലേ വണ്ടി? ശരിക്കും നമ്മളെ വണ്ടി. അത് തന്നെ നമ്മളെ വണ്ടി. അത്